ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ വെട്ടുകഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് നാൾ മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ എൻ്റെ ആ ഡ്രസ്സ് ഡിസൈൻ ചെയ്തതിൻ്റെ ബാലൻസ് വന്ന പീസുകളാണിതെല്ലാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു പരീക്ഷണം നടത്താൻ പോകുന്നത്. അപ്പം വേറൊന്നുമല്ല, ഒരു ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയൊരു മോഡലാണ്. അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ച് സാറ്റിൻ്റെ മെറ്റീരിയലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്രേപ്പ് മെറ്റീരിയലും ഉണ്ട്. അപ്പോൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഞാൻ ലൈനിങ് ഇടാൻ വേണ്ടി എടുത്തതാണ്. ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ ഉണ്ട്, അംബ്രല്ല സ്കേർട്ടിൻ്റെ പോർഷൻ. അപ്പോൾ അത് വെച്ചിട്ട് താഴേക്കുള്ള പോർഷൻ വരത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പോർഷനാണ് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇന്നാണ് ഇതിനൊരു തീരുമാനമാക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാനിവിടെ സാറ്റിൻ്റെ മെറ്റീരിയൽ ആ ബാലൻസ് വന്ന പീസൊക്കെ കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് യോക്ക് പോർഷൻ. അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷനിൽ ചെറിയൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പം ആ ഒരു പിക്ക് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇത് സക്സസ് ആവുമെന്ന് അറിയില്ലെങ്കിൽ ഒരു ട്രൈ ആണ്, ഫസ്റ്റ് ട്രൈ ആണ്. എങ്ങനെയാവുമെന്നറിയില്ല, എന്തായാലും ചെയ്ത് നോക്കാം. അതിനടുത്തെങ്കിലും എത്താതിരിക്കില്ല. നിങ്ങളിതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ പറയണം, ഇത് അതുപോലൊക്കെ ആയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ഇത് ഞാനിച്ചിരി ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം. പിന്നെ ഇതിൻ്റെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തത് ഒരു ചെറിയ സ്ലീവേ കിട്ടിയുള്ളൂ. ഇതിൽ മെറ്റീരിയൽ കുറവായതുകൊണ്ട് തന്നെ സാറ്റിൻ മെറ്റീരിയൽ കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു ചെറിയ സ്ലീവാണ് വെച്ചത് ഞാൻ ഇതിനകത്ത്. അപ്പോൾ ഇത് ഇത്രയും കുറച്ച് പീസേ ഉള്ളത് കൊണ്ട് തന്നെ അത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് പിക്കിനകത്ത് കാണിക്കുന്നത് ഫുൾ സ്ലീവാണ്. ഒരു ഫുൾ അല്ല, ഒരു 3/4 സ്ലീവാണ് കാണിക്കുന്നത്. പക്ഷെ അതിനുള്ള നമ്മുടെ ഈ മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഹാഫ് സ്ലീവ് വെച്ചേക്കുന്നത്. പിന്നെ താഴേക്കുള്ള പോർഷൻ അവരൊരു ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഓൾറെഡി ഒരു അംബ്രല്ല കട്ടിൻ്റെ ഒരു പീസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു സ്റ്റൈലിൽ അത് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അന്നേരം ആ ഒരു ഭാഗത്ത് വണ്ണം അത്രയൊരു കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു സ്റ്റൈലിൽ കൊടുത്തേക്കുന്നത്. ബോക്സ് പ്ലേറ്റ് ഇടാൻ വേണ്ടി നമ്മുടെ ഒരു മെറ്റീരിയൽ അത്ര ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അംബ്രല്ല ആ ഒരു സ്കർട്ടിൻ്റെ ഷേപ്പിലാണിത് പിടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ താഴെ ആ ഒരു ഉള്ള ഇറക്കത്തിൽ തന്നെയാണിത് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതാ ഒരു ഫോട്ടോയിലെ പോലെ ഒത്തിട്ടില്ലേന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. താങ്ക് യു.